മുഴുവൻ ദിവസവും ജോലി ചെയ്താലും 10,000 രൂപ 12,000 രൂപ അത് മാത്രം കിട്ടുന്ന ആളുകളാണ്. അവരാണ് 2 മാസത്തെ ശമ്പളം ചോദിക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന CPM നേതാക്കളടക്കം മന്ത്രിക്ക് സുരക്ഷയ്ക്ക് വന്നവരാണ്. പോകുന്നിടത്തെല്ലാം ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും നേതാക്കൾ രക്ഷാപ്രവർത്തനം നടത്താൻ ഒപ്പം കൂടുകയാണ്. അത് ശരി, ഇതപ്പോ ഇവിടുത്തെ തീരം പരിപാടിയാണല്ലേ. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അവർ ഇവരെ പിടിച്ചു മാറ്റിയപ്പോഴാണ് കുറച്ചുകൂടി ഉയർന്ന ശബ്ദത്തിൽ 2 മാസമായി ശമ്പളം കിട്ടാനുള്ള കാര്യം ഇവർ പറയുന്നത്. ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. സംശയിക്കുന്ന ഒരു കാര്യം, 12-ാം തീയതി നടന്ന ഒരു സംഭവത്തിൽ, അതും പോലീസ് സുരക്ഷയുള്ള ഒരു മന്ത്രിക്ക് നേരിട്ട ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ 13-ാം തീയതി രാത്രി മാത്രം കേസെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ശമ്പളം ചോദിച്ച് പ്രതിഷേധിച്ചു എന്നതാണ് ആകപ്പാട് ഇവർ ചെയ്തിട്ടുള്ള കുറ്റം. ഇതെന്താ വെള്ളരിക്കപ്പെട്ട ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഇതിനകത്ത് ആദ്യമേ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുള്ളത് ഈ മഞ്ചേരി ലോ കോളേജിന്റെ പ്രിൻസിപ്പലിനെയാണ്. ലോ കോളേജ് അല്ലല്ലോ, മെഡിക്കൽ കോളേജ് ആണല്ലോ. കാരണം പോലീസുകാര് മന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയിലുണ്ടായിരുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിയമവിഷയങ്ങൾ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കി 34 മണിക്കൂറോളം കഴിഞ്ഞ് ഇങ്ങനെ ഒരു FIR ഇടിപ്പിക്കുവാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. അദ്ദേഹം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ അല്ല, അദ്ദേഹം ലോ കോളേജിന്റെ പ്രിൻസിപ്പൽ ആണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിനെ ഒരു വനിതാ മന്ത്രി നയിക്കുന്ന കാലഘട്ടത്തിൽ ശമ്പളം കിട്ടാതെ അവനവന്റെ ദൈനംദിന കാര്യങ്ങൾ പോലും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷത്തിൽ പരാതി പറഞ്ഞ് മന്ത്രിയെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ചോദ്യം ഉയർത്തി എന്നതിന്റെ പേരിൽ 34 മണിക്കൂർ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കാൻ കഴിയാഞ്ഞ ഒഫൻസ് ഇട്ടിരിക്കുന്നത്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. പോലീസുകാർക്ക് നിയമബോധം ഉണ്ടെങ്കിൽ അവർ ആ നിമിഷം ഇവരെ തടയില്ലായിരുന്നോ? FIR ഇടില്ലായിരുന്നോ? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. പട്ടിണി പറയാൻ മന്ത്രിയുടെ മുൻപിലേക്ക് പോകുന്നത് സംഘം ചേരുക, അതും നിയമവിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ പട്ടിണി തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ ഒഫൻസായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം സ്റ്റേറ്റിന്റെ ഫെയിലിയറാണ്. പണി ചെയ്തവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഫെയിലിയറാണ്. ഇത്ര ഒരു മനുഷ്യത്വം പോലും കാണിക്കാതെ ഭരണതലത്തിലെടുത്ത ഒരു തീരുമാനമാണ് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണത്തിനെ കൊണ്ട് ഇങ്ങനൊരു കേസ് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. ഇവിടെ എന്ത് കലാപമാണ് ഇവരുണ്ടാക്കിയത്? നിങ്ങൾ വാതുറന്നാൽ നിങ്ങളെ ജയിലിലാക്കുമെന്നുള്ള ഭരണകൂടത്തിന്റെ ഭീഷണിയല്ലേ? FIR വഴി ചോദ്യം ചെയ്യപ്പെടരുതാത്ത പ്രതിഷേധമാണ് ഇവിടെ ഇത്തരത്തിൽ FIR ഇട്ട് അടിച്ചമർത്താൻ നോക്കിയിരിക്കുന്നത്. എന്ത് പ്രഹസനമാണ് സജി. കലാപം നടന്നില്ല എങ്കിൽ 6 മാസം വരെ തടവ് ശിക്ഷ. അതെല്ലാം ബെയിലബിൾ ഒഫൻസ് ആണ്. വധശ്രമം ഇട്ടിട്ടില്ല എന്നുള്ളത് അവരുടെ ഭാഗ്യം. നിനക്ക് ബുദ്ധിയില്ലാത്തോ? എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കണം. അതും കൂടെ ഇനിയിപ്പം ആവേശത്തിന്റെ പുറത്ത് ഇട്ടിരുന്നുവെങ്കിൽ പ്രതിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ റിമാൻഡിൽ പോകേണ്ടി വന്ന അത്തരത്തിലൊരു അവസ്ഥാവിശേഷം അവർക്കുണ്ടാകുമായിരുന്നു. ചുമ്മാ തന്റെ നാട് ഒന്നാമത് ഓരോരോ നിയമങ്ങൾ അല്ല, അതിനി വിടാമല്ലോ. FIR അന്വേഷണത്തിനിടെ ഇനി അതുകൂടി കൂട്ടിച്ചേർക്കാം വേണമെങ്കിൽ. അതൊക്കെ സാധ്യത തള്ളിക്കളയുന്നില്ല. ഇത്രയെങ്കിലും ഒരു നിയമബോധം പോലീസ് കാണിച്ചു. മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പല് ബോധവൽക്കരിക്കേണ്ടി വന്നുവെങ്കിലും 34 മണിക്കൂറിന് ശേഷം ഇത്തരത്തിലൊരു FIR ഇട്ടതിൽ തന്നെ എത്രത്തോളം നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിങ്ങൾ പ്രതിഷേധിച്ചാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും, നിങ്ങൾക്ക് ജാമ്യം കിട്ടിയേക്കാം, എന്നാലും നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന രീതിയിൽ ഒരു ഭരണകൂടം ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഈ നിയമ നടപടികൾ അവസാനിപ്പിക്കേണ്ട കാര്യം ഇതിനകത്ത് അതിക്രമിച്ചിരിക്കുന്നു. നീ ഇവിടെ കുടിയും തേവാരായിട്ട് ഇങ്ങനെ നടന്നോ? അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയുള്ളൂ. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഭരണാധികാരികളുടെ മുമ്പിൽ പരാതി പറയുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അവരൊക്കെ ഒരു പുഞ്ചിരിയോടുകൂടി, ഞങ്ങൾക്കൊരു പക്ഷേ പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പ്രതിഷേധിക്കുവാനുള്ള നിങ്ങളുടെ അവകാശം ഞങ്ങൾ മാനിക്കുന്നു എന്ന തരത്തിലൊരു പുഞ്ചിരിയോടുകൂടി നടന്നകലുന്ന ഭരണാധികാരികൾ ഉള്ളപ്പോഴാണ് എപ്പോഴും യൂറോപ്പുമായിട്ട് കേരളത്തിനെ കമ്പയർ ചെയ്യുന്ന ഭരണാധികാരികൾ ഭരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ പോകുമെന്ന്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഈ
രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ എന്തിനാണ് മിനിസ്റ്ററെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്? അത് പോലീസിന് കഴമ്പില്ലാത്തതാണോ? എത്ര കൊമ്പുവച്ച പോലീസുകാരനാണേലും രാഷ്ട്രീയക്കാരോട്, അതും ഭരണപക്ഷമാണ്, ഒരു ബഹുമാനമൊക്കെ കാണിക്കും. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങൾ മന്ത്രിയായെങ്കിൽ നിങ്ങൾ ഒരു പാർട്ടിയുടെ, കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ BJPയുടെയോ മന്ത്രിയല്ല. നിങ്ങൾ മന്ത്രിയായിരിക്കുന്നത് സ്റ്റേറ്റിന്റെ ആണ്. ഞങ്ങളെ പോലെ ഓനെടുത്ത പണിക്കാരനാ, എന്നാലോ തമ്പ്രാനാന്ന വിചാരം. ഇവിടെ മൊട്ടുസൂചി മുതൽ ഓരോ കാര്യവും വാങ്ങുമ്പോൾ കടയിൽ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഓടുന്ന സർക്കാരിന്റെ മന്ത്രിയാണ്. നമ്മുടെ കാര്യം കൊണ്ടാ ജീവിച്ചു പോണത്. അങ്ങനെ ഒരു മന്ത്രിയുടെ നേരെ ചോദ്യം ഉയർത്തി കഴിഞ്ഞാൽ പാർട്ടിക്കാർ കഴുത്തിന് പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു പാർട്ടിയെ അവഹേളിക്കാൻ കഴിയുമോ? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. ഇങ്ങനെ പാർട്ടിക്കാർക്ക് എങ്ങനെയാ മന്ത്രിക്ക് സെക്യൂരിറ്റി ആകാൻ കഴിയുക? അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ ചോദ്യശരങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ പാർട്ടിക്കാർ നിയന്ത്രിക്കുമോ? അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണിത്? ഇതാണോ നമ്മൾ യൂറോപ്പിനോട് ഉപമിക്കുന്ന കൊച്ചു കേരളം? കുറെ കാലമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു തരത്തിലും ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കുവാനോ പ്രൊമോട്ട് ചെയ്യുവാനോ കൈയടിച്ച് അംഗീകരിക്കുവാനോ കഴിയുന്ന തരത്തിലൊരു ഒരു നിയമ നടപടിയല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. സ്ത്രീകളായിട്ടുള്ളവരെ ഇനി പ്രതിഷേധിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾക്ക് പ്രതികരണം നേരിടേണ്ടി വരും. നിയമപരമായ വഴിയിലൂടെ, നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതിലൂടെ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റിന് വിധേയരാക്കും എന്ന് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം വിളിച്ചു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ഹെഡ് അദ്ദേഹമല്ലേ? ഇത്തരത്തിൽ ഒരിക്കലും നിയമത്തിൽ നിലനിന്നുകൂടാത്ത പ്രതിഷേധിക്കുവാനുള്ള അവകാശം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവർ തന്നെ അഭിമാനിക്കുന്ന ഒരു സർക്കാരിന്റെ സമയത്ത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇത്തരത്തിൽ ജനങ്ങൾ വേട്ടയാടലിന് വിധേയരാക്കപ്പെടാതെ ഈ ഒരു FIR നടപടി പിൻവലിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി നിങ്ങളെ ജയിലിലാക്കുമെന്ന് ഓരോ ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന KSRTC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കുന്ന, സ്റ്റേറ്റിനെതിരെ ഒരു വിരൽ പോലും ചൂണ്ടാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ഓരോ പൗരന്റെയും മനസ്സിൽ ഭീതി ഉണർത്തുന്ന സന്ദേശമാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. ഡീസന്റ് മാനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാറുണ്ട്. വല്ലാത്തൊരവസ്ഥയാണിത്. എന്തുകൊണ്ട് ഒരു മന്ത്രി ഇങ്ങനെ പെരുമാറുന്നു? ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഇങ്ങനെ പെരുമാറുന്നു? എന്തുകൊണ്ട് ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ, പ്രത്യേകിച്ച് CPMന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകര്, നേതാക്കള് ഇങ്ങനെ പെരുമാറുന്നു? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇതിനെല്ലാം സർക്കാരും സംവിധാനവും ഒത്താശ ചെയ്യുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതിനേക്കാൾ മര്യാദയോടെ എങ്ങനെയാണ് അവരവരുടെ വേദനയും അവരുടെ സങ്കടവും ഈ മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക? അവർ മന്ത്രിയെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചില്ല. അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഒന്നും പ്രകോപനപരമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത് CPM-കാരാണ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. സാധാരണഗതിയിൽ ഈ ആസ്പത്രികളിലൊക്കെ ഈ താൽക്കാലിക ജീവനക്കാരായിട്ട് നിയമിക്കപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും CPM-കാരായിരിക്കും, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ അനുഭവമുള്ളവരോ ഇങ്ങനെ ഈ താൽക്കാലിക ജീവനക്കാരായിട്ട് നിയമനം കൊടുക്കുക. അങ്ങനെയാണ് സാധാരണയായി കണ്ടുവരുന്നൊരു ബുദ്ധി. സങ്കടം പറയാമെന്ന ഈ ജീവനക്കാർ, ഈ ശമ്പളം കിട്ടാത്ത ജീവനക്കാർ ഇനി CPM-ആയിട്ട് അനുഭവമുള്ളവരല്ലേ ആണെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. CI2വിന്റെ സംഘടനയിലുള്ളവരാണെന്നും. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവരെ പ്രകോപിപ്പിച്ചത്, അല്ലെങ്കിൽ അവരോട് ഇത്രയും മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിയത്? അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. സർക്കാരിനെതിരെ സംസാരിക്കരുത്. സർക്കാരിന്റെ പ്രതിച്ഛായയാണല്ലോ. സത്യം മൂടി വെക്കണം. ഇങ്ങനെ എന്നിട്ട് എല്ലാം പെയിന്റ് അടിച്ച് വെക്കണം. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അതിങ്ങനെ പെയിന്റ് അടിച്ച ഒരു കെട്ടിടമാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ അതിനിടയിൽ ആള് പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചത്. ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. ഇത് ഒരു തുടക്കതയാവാണ്. അതായത് മന്ത്രി വീണ ജോർജിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. സത്യത്തിൽ ഇതിനു മുമ്പ് ഒരു ആരോഗ്യമന്ത്രിക്കും ഇത്രത്തോളം ഒരു തുടർക്കഥയായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ, അവർ ചെല്ലുന്നിടത്ത് എല്ലാം പ്രശ്നമാണ്. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? എങ്ങനെയാണ് ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന പ്രിൻസിപ്പൽമാരും സൂപ്രണ്ടുമാരും എല്ലാം ഒരുപോലെ വൃത്തികെട്ടവരായി മാറുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. അല്പം പോലും മനുഷ്യത്വോ മാനവികതയോ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പെരുമാറുന്ന എന്താണ്? എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം.